ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കടുത്ത മത്സരത്തിന് നമ്മൾ ഇറങ്ങുകയാണ്. ജാതിയും മതവുമല്ല നമുക്ക് പ്രധാനം, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമെന്ന് പറയുന്നത് പാവപ്പെട്ടവൻ്റെ സങ്കടത്തെ അറിയുകയും അടുത്തു നിന്ന് അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് രാഷ്ട്രീയം. അല്ലാതെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാരം പിടിച്ചെടുക്കാനുള്ളതല്ല. തിരുവനന്തപുരം നഗരത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 9.5 വർഷമായി ഈ സംസ്ഥാനത്ത് ആകമാനം വന്ന വികസനം നമ്മൾ മനസ്സിലാക്കണം. തിരുവനന്തപുരം നഗരത്തിൽ വന്ന വികസനം എടുത്തെടുത്ത് പറയാൻ കഴിയുന്ന അനേക കാര്യങ്ങൾ നമുക്കുണ്ട്. സാധാരണക്കാരായ ജനങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ UDF പറഞ്ഞിട്ട് ഞങ്ങളാണ് ക്ഷേമ പെൻഷൻ കണ്ടുപിടിച്ച അല്ല. സഖാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കും 500 രൂപയായിരുന്നതിനെ അതിനു മുമ്പ് 50 രൂപയും 100 രൂപയായിരുന്നു. ആ ക്ഷേമ പെൻഷനെ 500 ആക്കി. അതിനെ ഉമ്മൻചാണ്ടി സർക്കാർ 600 ആയി പ്രഖ്യാപിച്ചു, പക്ഷെ കൊടുത്തില്ല. 18 മാസം അധികാരത്തിൽ തുറന്നിട്ടും ഇതിൽ 5 പൈസയും കൊടുക്കാതെ ഇറങ്ങിപ്പോയി. പിണറായി വിജയൻ ആദ്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ അദ്ദേഹം ആ കുടിശ്ശിക 16 കുടിശ്ശിക മുഴുവൻ കൊടുത്ത് 1200 രൂപയായി വർദ്ധിപ്പിക്കുകയാണ്. ക്ഷേമ പെൻഷൻ 1200, പിന്നെ അത് 1600 ആയി. ഇപ്പോൾ 2000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന 4.5 വർഷം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഞാനും പ്രശാന്തുമൊക്കെ മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുറത്തിറക്കിയ 900 കാര്യങ്ങൾ പറയുന്ന പ്രകടന പത്രിക, ആ പുസ്തകത്തിൽ പറയുന്ന 2000 രൂപയിലേക്ക് നമ്മളത് കൊണ്ടുവന്നു. 900 കാര്യങ്ങൾ ഒരു സർക്കാർ പ്രകടന പത്രിക, നമ്മൾ ഈ കണ്ട് തമാശയായിട്ട് പറയും പ്രകടന പത്രികയാണ് ഒരു തമാശ, കാരണം വാഗ്ദാനങ്ങളുടെ ഒരു പുസ്തകമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികകൾ വാഗ്ദാനത്തിൻ്റെ പുസ്തകമല്ല, പ്രവൃത്തിയുടെ പുസ്തകമാണ്. അതിൽ പറഞ്ഞ 900 കാര്യങ്ങളും സാധിച്ചെടുക്കാൻ ഈ 4.5 വർഷം കൊണ്ട് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും അഭിമാനത്തോടെ ജനങ്ങളോട് പറയണം. ജനങ്ങൾക്കിത് ബോധ്യമുണ്ട്. കാരണം ജനങ്ങൾക്കറിയാം ആരാണ് സ്നേഹിക്കുന്നത്, ജനങ്ങളെ സ്നേഹിക്കുന്ന ആരാണ് സംരക്ഷകൻ, ആരാണ് ലീഡർ, ആരാണ് നേതൃത്വം കൊണ്ട് കരുത്തു പകരുന്നത്. ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന, പട്ടികജാതി പട്ടികവർഗത്തിൽ വിഭാഗത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കാൻ കഴിയുന്ന, കേരളത്തിന് പുരോഗതി കൊണ്ടുവരാൻ കഴിയുന്നത് ആർക്കാണ് എന്ന കാര്യത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു സംശയമില്ല. അത് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതു മുന്നണിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇവിടെ മതേതരത്വം നിലനിർത്താൻ ഇടതു മുന്നണിക്ക് കഴിയുള്ളൂ എന്നറിയാം. മലയാളി ആഗ്രഹിക്കുന്നത് മതേതരത്വമാണ്. അല്ല ജഗതിയിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം കൂടി പൂജപ്പുര കിടന്നും ഗതി കിടന്നും അടികൂടുന്ന കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ഈ നാട്ടിലെ ജനങ്ങൾ. സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. എവിടെയാണോ മതേതരത്വമുള്ളത് അവിടെ മാത്രമേ നമ്മൾ വികസനമുള്ളൂ. നമ്മളെ വികസന രാജ്യങ്ങളിൽ നോക്കുക, ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ തർക്കിക്കുന്ന ഒരു രാജ്യത്തും വികസനമില്ല. അപ്പം നമ്മൾ ഒരു ജാതിയും ബാധകമല്ലാത്തൊരു സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ, UAE എന്ന് പറയുന്ന സ്ഥലം. ഏറ്റവും കൂടുതൽ ലോകത്ത് വികസനം വരുന്നൊരു സ്ഥലമാണ്. കാരണം അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിലും അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി